വിക്കി കൗശലിന്റെയും രശ്മിക മന്ദാനയുടെയും ഹിസ്റ്റോറിക്കൽ ഡ്രാമ 2025-ലെ ഏറ്റവും വലിയ ബോളിവുഡ് ഹിറ്റായി മാറുകയാണ്. ബോളിവുഡിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ഛാവ. റിലീസ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം ചിത്രം 200 കോടി കടക്കാൻ പോവുകയാണ്. ബുധനാഴ്ച ഛാവ കളക്ഷനിൽ വീണ്ടും കുതിച്ചുചാട്ടമുണ്ടായി. 32 കോടിയാണ് ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ചിത്രം നേടിയത്. ശിവാജി ജയന്തി ആയതിനാൽ ചിത്രത്തിന് ഒരു കുതിപ്പ് പ്രതീക്ഷിച്ചിരുന്നു. ഈ കുതിപ്പ് ചിത്രത്തെ ഇന്ത്യയിലെ കളക്ഷനിൽ 200 കോടി രൂപയ്ക്കടുത്തെത്തിച്ചു. 6 ദിവസം പിന്നിടുമ്പോൾ 197.75 കോടി രൂപയാണ് ചിത്രത്തിന്റെ ഇന്ത്യയിലെ മൊത്തം കളക്ഷൻ. ഇൻഡസ്ട്രി ട്രാക്കർ സാക്നിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ ഛാവയുടെ ഗ്രോസ് കളക്ഷൻ 198.85 കോടിയും വിദേശ കളക്ഷൻ 30 കോടിയുമെന്നാണ്. ഇതോടെ വിക്കി കൗശലും രശ്മിക മന്ദാനയും ഒന്നിച്ച ചിത്രം ലോകമെമ്പാടുമായി 200 കോടി കടന്നിട്ടുണ്ട്. ആഗോളതലത്തിൽ 228.85 കോടിയാണ് ഛാവ നേടിയത്. നിലവിൽ വിക്കി കൗശലിന്റെ 2019-ലെ ഉറി ദി സർജിക്കൽ സ്ട്രൈക്കിന് ശേഷം ഏറ്റവും കൂടുതൽ ഗ്രോസ് നേടിയ രണ്ടാമത്തെ ചിത്രമാണ് ഛാവ. എന്നാൽ ഛാവ ഉടൻ തന്നെ ഉറിയെ മറികടക്കുമെന്നും വിക്കിയുടെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയേക്കുമെന്നുമാണ് ഇപ്പോഴത്തെ കുതിപ്പ് സൂചിപ്പിക്കുന്നത്. ലക്ഷ്മൺ ഉഡേക്കർ സംവിധാനം ചെയ്ത ഛാവ മറാഠ ചക്രവർത്തിയായിരുന്ന സംഭാജി മഹാരാജിന്റെ ജീവിതം പറയുന്ന സിനിമയാണ്. ചരിത്രപരമായ പശ്ചാത്തലവും മഹാരാഷ്ട്രയിലെ സംഭാജിയുടെ കഥയ്ക്കുള്ള ജനപ്രീതിയും കണക്കിലെടുത്ത് മഹാരാഷ്ട്രയിൽ ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണ്. മഡോക് ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിന് AR റഹ്മാനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഇന്ത്യയൊട്ടാകെ 6677 ഷോകളിൽ 41.41% ഛാവയുടെ ബുധനാഴ്ചത്തെ തിയേറ്റർ ഒക്യുപ്പൻസി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിലാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.